സ്വാഗതം. ഇന്ന് നമ്മളൊരു കാലയന്ത്രത്തിൽ കയറി പിന്നോട്ട് പോവുകയാണ്. ലക്ഷ്യം 1941 മെയ് മാസം. ആഹാ. നിങ്ങളുടെ മുന്നിലിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളിന്ന് നോക്കുന്നത്, അന്നത്തെ അഖണ്ഡ ജ്യോതി. ഇതൊരു ഹിന്ദി മാസികയാണ്. മഥുരയിൽ നിന്നുള്ളത്. അതെ, മഥുരയിൽ നിന്ന് പ്രസിദ്ധീകരിച്ചത്, 2ാം വാല്യം, 5ാം ലക്കം. ഇതൊരു സാധാരണ മാസികയല്ല. അല്ല. ഇത് ശരിക്കും 80 വർഷം മുൻപത്തെ ഇന്ത്യയുടെ ഒരു ചിന്തകളിലേക്കും അവരുടെ ആശങ്കകളിലേക്കുമൊക്കെ തുറക്കുന്നൊരു വാതിലാണ്. അതെ, ശരിയാണ്. ഈ പഴയ താളുകളില്ലേ, ഇത് മറിക്കുമ്പോ അന്നത്തെ ലോകം നമ്മുടെ മുന്നിൽ ഇങ്ങനെ തെളിഞ്ഞു വരും. ആത്മീയത, തത്വചിന്ത, ആരോഗ്യം, പിന്നെ സാമൂഹിക പ്രശ്നങ്ങൾ, എന്തിന് കടലാസിന്റെ വിലക്കയറ്റം പോലും ഇതിലൊരു വിഷയമാണ്. ശരിയാണ്. അപ്പോൾ അന്നത്തെ മനുഷ്യർ എന്തിനാണ് പ്രാധാന്യം നൽകിയത്, എന്തായിരുന്നു അവരുടെ ഒരു ജീവിത വീക്ഷണം, അതൊക്കെ മനസ്സിലാക്കാൻ ഇത് നന്നായി സഹായിക്കുമല്ലേ? ഉറപ്പായും. നമ്മുടെ ലക്ഷ്യം, ഈ മാസികയിലെ ഉള്ളടക്കം വെറുതെ ഇങ്ങനെ പറഞ്ഞു പോവുക എന്നല്ല, മറിച്ച് അതിലെ പ്രധാനപ്പെട്ട, നമ്മളെ ചിന്തിപ്പിക്കുന്ന ചില ആശയങ്ങൾ അത് വേർതിരിച്ചെടുത്ത് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുക എന്നതാണ്. ഒരു വിശകലനം പോലെ. അതെ, അന്നത്തെ ചിന്തകളെ ഇന്നത്തെ കണ്ണിലൂടെ നോക്കിക്കാണാനുള്ള ഒരു ശ്രമം. അപ്പോ നമുക്ക് ഈ 1941 അറിവിന്റെ ലോകത്തിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാമല്ലേ? പോകാം. എന്താണ് ഈ മാസികയുടെ ഒരു കാതൽ എന്ന് നോക്കാം. മാസികയുടെ പേര് പോലെ തന്നെ അഖണ്ഡ ജ്യോതി, അതായത് കെടാത്ത വിളക്ക്, അറിവും വെളിച്ചവും നൽകാനുള്ള ഒരു ശ്രമം ഇതില് ശരിക്കും കാണാനുണ്ട്. പ്രധാനമായും ഊന്നൽ അത് ആത്മീയവും ദാർശനികവുമായ വിഷയങ്ങൾക്കാണ്. ഉദാഹരണത്തിന് ഈശ്വരനോട് ചോദിക്കുക, ഈശ്വർ സേ മാംഗിയേ എന്നൊരു ലേഖനം തന്നെയുണ്ട്. സാധാരണ നമ്മൾ ദൈവത്തോട് ഭൗതികമായ കാര്യങ്ങളല്ലേ ചോദിക്കാറ്, പണം, പ്രശസ്തി, അങ്ങനെയൊക്കെ. പക്ഷേ ഈ ലേഖനം ഒരു വ്യത്യസ്തമായ സമീപനമാണോ? തീർച്ചയായും. അവിടെയാണ് ഈ മാസികയുടെ ഒരു പ്രധാന സന്ദേശം നമുക്ക് കിട്ടുന്നത്. ഭൗതിക നേട്ടങ്ങൾ, അതായത് പണം, പ്രശസ്തി, സുഖസൗകര്യങ്ങൾ, ഇതിനൊക്കെ വേണ്ടി ദൈവത്തോട് യാചിക്കുന്നതിന് പകരം യഥാർത്ഥ ജ്ഞാനം, വിവേകം, ഒരു അചഞ്ചലമായ വിശ്വാസം, ഭക്തി, പിന്നെ ആന്തരികമായ ശാന്തി, ഇതിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാനാണ് ലേഖനം പറയുന്നത്. ഓഹോ. ഇവയാണ് യഥാർത്ഥ സമ്പത്തെന്നാണ് വാദം. ഭഗവാന്റെ കയ്യിലെല്ലാം ഉണ്ട്, പക്ഷെ അത് ശരിയായ രീതിയിൽ ചോദിച്ചു വാങ്ങാൻ പഠിക്കണം. അത് ശരി. ഭൗതിക കാര്യങ്ങൾ ചോദിക്കുന്നത് ഒരു യാചകന്റെ മനോഭാവമാണ്. പക്ഷെ ജ്ഞാനത്തിനും ശാന്തിക്കുമായി ചോദിക്കുന്നത് ഒരു അവകാശിയുടെ മനോഭാവമാണെന്നൊരു വേർതിരിവ് ലേഖകൻ നടത്തുന്നുണ്ട്. ഇത് കൊള്ളാം. ശ്രദ്ധേയമായ ഒരു കാഴ്ചപ്പാടാണ്. ഭൗതികതയ്ക്കപ്പുറം ഒരു മൂല്യവ്യവസ്ഥയ്ക്ക് ആ കാലത്ത് എത്ര പ്രാധാന്യമുണ്ടായിരുന്നു എന്ന് ഇത് കാണിക്കുന്നു. അതെ. ഇതിനോട് ചേർത്ത് വായിക്കാവുന്ന വേറൊന്നാണെന്ന് തോന്നുന്നു. ധർമ്മത്തിലൂടെ ശാശ്വതമായ ശാന്തി, ധർമ്മദ്വാര ശാശ്വത് ശാന്തി. ഇത് വെറും മതപരമായ അനുഷ്ഠാനങ്ങളെക്കുറിച്ചാണോ പറയുന്നത്? അല്ല, അതിനപ്പുറം പോകുന്നുണ്ട്. ശ്രീ ഗംഗാസിംഗ് ജി വക്കീല് എഴുതിയ ലേഖനമാണത്. അദ്ദേഹം പറയുന്നത് ഈ ബാഹ്യമായ ആചാരങ്ങളൊക്കെ ധർമ്മത്തിന്റെ ഒരു ഭാഗം മാത്രം. യഥാർത്ഥ ധർമ്മം എന്നത് നമ്മുടെ ഉള്ളിലെ നീതിബോധം, സത്യസന്ധത, ലോകത്തോടുള്ള ഒരു കരുണ, പിന്നെ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവ്, ഇതിലൊക്കെയാണ് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് എന്നാണ്. യോഗമാർഗത്തിലൂടെ മനസ്സിനെ നിയന്ത്രിക്കുന്നതിനെക്കുറിച്ചും പറയുന്നുണ്ട്. വെറുതെ നിയമങ്ങൾ അനുസരിക്കുന്നതിനപ്പുറം ഒരു വ്യക്തിയുടെ സ്വഭാവത്തിലും ചിന്തയിലും വരുന്ന മാറ്റമാണ് യഥാർത്ഥ ധാർമ്മികത. അതാണിതിലൊരു സൂചന. അപ്പോ ഈശ്വരനോട് ജ്ഞാനം ചോദിക്കുന്നത്, ധർമ്മമനുഷ്ഠിച്ച് ശാന്തി നേടുന്നത്, പിന്നെ വേദങ്ങളുടെ സന്ദേശം ഉൾക്കൊള്ളുന്നത്, വേദോം കാ അമർ സന്ദേശ്, അത്യാഗ്രഹം ഒഴിവാക്കുന്നത്, ലാലച്ച് മത് കറോ, സത്യസന്ധത പുലർത്തുന്നത്, ഈമാൻദാരി, ദിവ്യഗുൺ. അതെ, ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ആശയങ്ങളാണല്ലേ? വ്യക്തിയുടെ ആന്തരിക ശുദ്ധിക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നു. അതെ. ഇവയെല്ലാം ചേർന്ന് ഒരു സമ്പൂർണമായ ജീവിത ദർശനമുണ്ടാക്കുന്നു. ഭൗതിക വിജയങ്ങൾക്കപ്പുറം ആന്തരിക സമാധാനത്തിനും ധാർമ്മികമായ ഔന്നത്യത്തിനുമാണ് പ്രാധാന്യം. ശരിയാണ്. സത്യസന്ധതയുടെ പ്രാധാന്യം പറയാനായിട്ട് ഒരു ചെറിയ കഥയും കൊടുത്തിട്ടുണ്ട് ആ ഈമാൻദാരി എന്ന ലേഖനത്തിൽ. ഒരു പാവപ്പെട്ട കുട്ടി കടയിൽ നിന്ന് സാധനം വാങ്ങി ബാക്കി കിട്ടിയ വളരെ തുച്ഛമായ ചില്ലറയിൽ ഒരു ചെറിയ പിശക് പറ്റി. അത് മനസ്സിലാക്കിയ കുട്ടി അത് തിരികെ കൊണ്ടുപോയി കൊടുക്കുന്നു. അപ്പൊ ചെറിയ കാര്യങ്ങളിൽ പോലും പുലർത്തേണ്ട സത്യസന്ധതയുടെ മൂല്യം അത് കാണിച്ചു തരുന്നു. ഈ ആന്തരിക ശാന്തിയും ഏകാഗ്രതയും നേടാനുള്ള ഒരു പ്രായോഗിക മാർഗമായിട്ട്
സന്ധ്യോപാസന കി വിധി. സന്ധ്യാസമയത്തെ പ്രാർത്ഥന. അതെ, സന്ധ്യാസമയത്തെ പ്രാർത്ഥനയും ധ്യാനവും എങ്ങനെ ചെയ്യണമെന്നും ഇതിൽ വിശദീകരിക്കുന്നുണ്ട്. കൊള്ളാം. അപ്പോ ആത്മീയതയിൽ നിന്ന് കുറച്ചൊന്നും മാറി വ്യക്തിഗത മികവിനും ആരോഗ്യത്തിനും ഊന്നൽ നൽകുന്ന ചില ലേഖനങ്ങളും ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഉണ്ട്. ബുദ്ധി വർദ്ധിപ്പിക്കാനുള്ള മാർഗം, ബുദ്ധി ബഡാനെ കാ സാധൻ, ആ തലക്കെട്ട് തന്നെ നല്ല രസമുണ്ട്. 1941-ൽ ബുദ്ധി കൂട്ടാൻ എന്തൊക്കെയായിരുന്നു ഉപദേശങ്ങൾ? ഇന്നത്തെ ഈ സെൽഫ് ഹെൽപ്പ് ഗൈഡുകളുമായി വല്ല താരതമ്യവുമുണ്ടോ? ഒരു പരിധിവരെ ഇന്നത്തെ ചില ആശയങ്ങളുമായി സാമ്യം തോന്നാം. പ്രധാനമായും ഏകാഗ്രത എന്ന് പറയില്ലേ, അതിന്റെ ശക്തിയിലാണ് ഊന്നൽ. ശരി. ഒരു വിഷയത്തിൽ തന്നെ ദീർഘനേരം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് തലച്ചോറിന്റെ ശേഷി കൂട്ടും എന്നാണ് പറയുന്നത്. തലച്ചോറിലെ ആ ചുളിവുകൾ, കൺവല്യൂഷൻസ്, അത് കൂടുന്നതിനനുസരിച്ച് മാനസിക ശേഷി കൂടുമെന്നും ഏകാഗ്രമായ ചിന്ത ഇതിന് സഹായിക്കുമെന്നും ഒരു ശാസ്ത്രീയ വിശദീകരണം പോലെ കൊടുക്കുന്നുണ്ട്. കൊള്ളാം. പിന്നെ നല്ല പുസ്തകങ്ങൾ വായിക്കുക, വായിച്ച കാര്യങ്ങളെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുക, മനനം ചെയ്യുക എന്ന് പറയില്ലേ, അതും ബുദ്ധിവികാസത്തിന് അത്യാവശ്യമാണെന്ന് പറയുന്നു. വെറുതെ വിവരം ശേഖരിക്കലല്ല, ചിന്താശേഷി കൂട്ടുക, അതാണ് ലക്ഷ്യം. അതുകൊള്ളാം. ഏകാഗ്രതയുടെ പ്രാധാന്യം അന്നേ തിരിച്ചറിഞ്ഞിരുന്നു എന്നത് ശ്രദ്ധേയമാണ്. പക്ഷേ ആരോഗ്യത്തെക്കുറിച്ചുള്ള വേറൊരു ലേഖനത്തിന്റെ തലക്കെട്ട് ആളുകൾ എങ്ങനെ പെട്ടെന്ന് മരിക്കുന്നു, ജൽദി കൈസേ മർ ജാത്തെ ഹെ. ഇത് കേട്ടിട്ടൊരു പേടി തോന്നുന്നുണ്ടല്ലോ. ശരിയാണ്, തലക്കെട്ട് കുറച്ച് നാടകീയമാണ്, പക്ഷേ ഉള്ളടക്കം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളിപ്പോ പറയുന്ന ജീവിതശൈലി രോഗങ്ങളില്ല, ലൈഫ് സ്റ്റൈൽ ഡിസീസസ്. അതെ, അത് തന്നെ. അതാണ് ഇവിടെയും വിഷയം. അമിതാഹാരം, വ്യായാമക്കുറവ്, അലസത, എപ്പോഴും ഒരു ഉറക്കം തൂങ്ങൽ, ഈ ദുശ്ശീലങ്ങളൊക്കെ ആയുസ്സിനെ എങ്ങനെ മോശമായി ബാധിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നുണ്ട്. മിതമായ ഭക്ഷണം, കൃത്യമായ വ്യായാമം, ശരീരത്തിൽ മാലിന്യങ്ങൾ, പ്രത്യേകിച്ച് ഈ കാർബൺ ഡൈ ഓക്സൈഡ് പോലുള്ളവ അടിഞ്ഞുകൂടാതെ സൂക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം, ഇതൊക്കെ എടുത്തു പറയുന്നു. 80 കൊല്ലം മുൻപ്. അതെ, 80 വർഷം മുൻപ് തന്നെ ജീവിതശൈലി ശ്രദ്ധിച്ചില്ലെങ്കിൽ അകാല മരണം വരാം എന്ന മുന്നറിയിപ്പ് നൽകുന്നു എന്നത് ശരിക്കും അത്ഭുതം തന്നെ. ഇതേ ആരോഗ്യ വിഭാഗത്തിൽ തന്നെ ശ്വാസമെടുക്കുന്നതിനെക്കുറിച്ചും സാൻസ് കൈസേ ലേനി ചാഹിയെ, പിന്നെ ചിരിയുടെ ആരോഗ്യപരമായ ഗുണങ്ങളെക്കുറിച്ചും ഹൻസ്നെ കി രോഗ കി ദവ ലേഖനങ്ങളുണ്ട്. ഇത് രണ്ടും കൂടി ചേരുമ്പോൾ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് പോലെ തോന്നുന്നുണ്ടല്ലോ. ശരിയാണ്. ശരിയായ ശ്വസന രീതിയുടെ പ്രാധാന്യം നന്നായി പറയുന്നുണ്ട്. എപ്പോഴും മൂക്കിലൂടെ ശ്വാസമെടുക്കണം. വായിലൂടെ ശ്വാസമെടുക്കുമ്പോൾ പൊടിയും അണുക്കളുമൊക്കെ നേരിട്ട് ശ്വാസകോശത്തിലെത്തും. അത് ശരിയാണ്. അത് രോഗങ്ങൾക്ക് കാരണമാകും എന്നും പറയുന്നു. ഇത് പ്രാണായാമത്തിന്റെ അടിസ്ഥാന തത്വങ്ങളുമായി ചേർന്നു പോകുന്ന ഒന്നാണ്. അതോടൊപ്പം ചിരി ഒരു മരുന്നാണെന്ന ആശയം. ചിരി ഒരു മരുന്നോ? അതെ. അമേരിക്കൻ ഡോക്ടർ ജെയിംസ് ജെ വാൾഷ് എന്നൊരാളുടെ ഗവേഷണങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടാണ് പറയുന്നത്. ചിരി എങ്ങനെ ദഹനത്തെയും രക്തചംക്രമണത്തെയും ശ്വാസകോശത്തിന്റെ പ്രവർത്തനത്തെയും ഒക്കെ മെച്ചപ്പെടുത്തുന്നു, മാനസിക പിരിമുറുക്കം കുറയ്ക്കുന്നു എന്നൊക്കെ വിശദീകരിക്കുന്നു. അപ്പൊ നോക്കൂ, ഒരു വശത്ത് യോഗ, പ്രാണായാമം പോലുള്ള തനി ഭാരതീയ പാരമ്പര്യ അറിവുകൾ, മറുവശത്ത് പാശ്ചാത്യ ശാസ്ത്രജ്ഞരുടെ കണ്ടെത്തലുകൾ. ഇവ രണ്ടും ഒരുപോലെ ഈ മാസികയിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നു. ഇത് 1941-ലെ ഒരു ഹിന്ദി മാസികയാണെന്ന് ഓർക്കണം. അറിവിന്റെ കാര്യത്തിൽ അന്നൊരു തുറന്ന സമീപനം ഉണ്ടായിരുന്നെന്ന് കരുതണമല്ലേ? തീർച്ചയായും. പാരമ്പര്യത്തെ മുറുകെ പിടിക്കുമ്പോൾ തന്നെ പുതിയ അറിവുകളെ സ്വാഗതം ചെയ്യാനുള്ള ഒരു മനസ്സ് ഇതിൽ കാണാം. ഇനി കഥകളിലേക്കും അനുഭവങ്ങളിലേക്കും വന്നാൽ അവിടെയും ഈ കൗതുകം വിടുന്നില്ല. ഉദാഹരണത്തിന്, ഭാരതീയ യോഗി കി കഹാനി, ഏക് യൂറോപ്യൻ കി സുബാനി. ഒരു യൂറോപ്യൻ വിവരിക്കുന്ന ഭാരതീയ യോഗിയുടെ കഥ. എന്താണ് ഇതിലൊരു സ്പെഷ്യാലിറ്റി? ഇത് വെറും ഒരു കഥയല്ല, ഒരു 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ നടന്നതെന്ന് പറയുന്ന ഒരു സംഭവത്തിന്റെ ദൃക്സാക്ഷി വിവരണം എന്ന രീതിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഓഹോ! ഒരു യോഗി നടത്തുന്ന ഒരു അത്ഭുത പ്രവൃത്തി.
കയറ് ആകാശത്തേക്ക് എറിഞ്ഞ് ഉറപ്പിച്ചു നിർത്തുന്നു. ആഹാ. ഒരു കുട്ടിയെ അതിലൂടെ മുകളിലേക്ക് അയച്ച് കാണാതാക്കുന്നു. പിന്നീട് ആ കുട്ടിയെ ഒരു പെട്ടിയിലാക്കി കുഴിച്ചിടുന്നു. എന്നിട്ടൊരു കേടുപാടുമില്ലാതെ പുറത്തെടുക്കുന്നു. ഇതൊരു പാശ്ചാത്യൻ നേരിൽ കാണുന്നതാണ് കഥ. ഇത് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമാണല്ലോ. ആ യൂറോപ്പിന് ഇത് വിശ്വസിച്ചോ? ആദ്യം അവിശ്വസിച്ചു എന്നാണ് പറയുന്നത്. പക്ഷെ പിന്നീട് യോഗിയുടെ മറ്റു കഴിവുകൾ കണ്ടും അന്വേഷിച്ചറിഞ്ഞുമൊക്കെ ഇത് വെറും കണ്ണുകെട്ടല്ല, മറിച്ച് യോഗിയുടെ സിദ്ധിയോ അല്ലെങ്കിൽ ഭയങ്കര പവർഫുള്ളായ ഹിപ്നോട്ടിസം പോലെയുള്ള ഒന്നാണെന്ന് അയാൾക്ക് ബോധ്യപ്പെട്ടു എന്നാണ് ലേഖനം പറയുന്നത്. രസകരം. ഇതിന്റെ യാഥാർത്ഥ്യം എന്തായാലും ഭാരതീയ യോഗികളെയും അവരുടെ കഴിവുകളെയും കുറിച്ച് പാശ്ചാത്യ ലോകത്തന്നുണ്ടായിരുന്നൊരു കൗതുകം, ചിലപ്പോ തെറ്റിദ്ധാരണകളും ഒക്കെ പ്രതിഫലിക്കുന്ന ഒരു രചനയാണിത്. അന്നത്തെ ഒരു സാംസ്കാരിക വിനിമയത്തിന്റെ ഉദാഹരണം കൂടിയായിട്ട് നമുക്കിതിനെ കാണാം. ഇത്തരം അത്ഭുത കഥകൾക്കപ്പുറം മനുഷ്യനന്മ, ധാർമ്മിക മൂല്യങ്ങൾ, ഇതിനൊക്കെ പ്രാധാന്യം കൊടുക്കുന്ന കഥകളുമുണ്ടല്ലേ? നേരത്തെ പറഞ്ഞ ആ സത്യസന്ധനായ കുട്ടിയുടെ കഥ പോലെ. അതെ, അതുപോലെ ദയാ കി ദേവി, കാരുണ്യത്തിന്റെ ദേവത എന്ന പേരിലൊരു ഇംഗ്ലീഷ് ജയിലിലെ ഒരു സ്ത്രീ തടവുകാരിയുടെ കഥയുണ്ട്. അവരുടെ അസാധാരണമായ ദയയും സഹാനുഭൂതിയും അത് മറ്റു തടവുകാരിൽ മാത്രമല്ല, ക്രൂരന്മാരായ ജയിൽ അധികാരികളിൽ പോലും നല്ല മാറ്റങ്ങളുണ്ടാക്കി. ആണോ? അതെ, അവരുടെ സ്വാധീനം കാരണം ജയിലിലെ നിയമങ്ങളിൽ വരെ മാറ്റം വരുത്താൻ കാരണമായി എന്ന് പറയുന്നു. ഒരു വ്യക്തിയുടെ നന്മയ്ക്ക് എത്രത്തോളം വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുമെന്ന് കാണിക്കുന്ന ഒരു നല്ല ഉദാഹരണം. ഇങ്ങനെയുള്ള വലിയ വലിയ ചിന്തകൾക്കും കഥകൾക്കുമിടയിൽ മാസിക നടത്തുന്നവർ നേരിടുന്ന ചില പ്രാക്ടിക്കൽ പ്രശ്നങ്ങളെക്കുറിച്ചും അവർ തുറന്നു പറയുന്നുണ്ടല്ലേ? കടലാസിന്റെ വിലക്കയറ്റം, കാഗസ് കി മെഹങ്കായി. അതെ അതെ, അതൊരു രസകരമായ ഭാഗമാണ്. ഒരു പക്ഷേ രണ്ടാം ലോകമഹായുദ്ധത്തിന്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിലാവാം കടലാസിന്റെ വില ഭയങ്കരമായി കൂടി. 25 രൂപയ്ക്ക് കിട്ടിയിരുന്ന ഒരു കെട്ട് കടലാസിന് 90 രൂപയായി എന്ന് അവർ പരിതപിക്കുന്നുണ്ട്. ഇത് കാരണം മാസികയുടെ പേജുകൾ കുറയ്ക്കേണ്ടി വരും, അല്ലെങ്കിൽ വില കൂട്ടേണ്ടി വരും. അതുകൊണ്ട് വായനക്കാർ സംഭാവനകൾ നൽകി സഹായിക്കണം എന്നും ഒരു അഭ്യർത്ഥനയുണ്ട്. ഒരു പ്രസിദ്ധീകരണം നിലനിർത്തുന്നതിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അന്നും ഇന്നും ഒരുപോലെയാണെന്ന് ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ശരിയാണ്. ഇനി സമകാലിക വിഷയങ്ങളിലേക്ക് വന്നാൽ ഹിന്ദുമതത്തെക്കുറിച്ചുള്ളൊരു കാഴ്ചപ്പാട് ശ്രദ്ധേയമായി തോന്നി. മഹാത്മാഗാന്ധിയെ ഉദ്ധരിച്ചുകൊണ്ട് ഹിന്ദുമതം ഒരു ജഡവസ്തുവല്ല, അതായത് ഹിന്ദുധർമ്മ ജഡ് നഹി ഹെ, അത് കാലത്തിനനുസരിച്ച് വളരുന്നതും വികസിക്കുന്നതുമായ ഒന്നാണ് എന്ന് പറയുന്നു. വേദങ്ങളും ഉപനിഷത്തുക്കളും സ്മൃതികളും പുരാണങ്ങളുമെല്ലാം അതിന്റെ ഭാഗമാണെങ്കിലും കാലഘട്ടത്തിനനുസരിച്ച് വ്യാഖ്യാനങ്ങളിലും ആചാരങ്ങളിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, വരാം എന്നും സൂചിപ്പിക്കുന്നുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമാണ്. പാരമ്പര്യത്തെ എങ്ങനെയാണ് കാലത്തിനനുസരിച്ച് നിലനിർത്തേണ്ടത് എന്നതിനെക്കുറിച്ചുള്ളൊരു ചിന്ത. അടിസ്ഥാന തത്വങ്ങൾ മാറാതെ നിൽക്കുമ്പോൾ തന്നെ പ്രയോഗത്തിൽ യുക്തിസഹമായ മാറ്റങ്ങൾ വരാം എന്ന ആശയം 1941 തന്നെ ചർച്ച ചെയ്യുന്നു എന്നത് അതിശ്രദ്ധേയമാണ്. പിന്നെ മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള പഠനം, പർലോക് വിദ്യ എന്ന വിഷയവും കൈകാര്യം ചെയ്യുന്നുണ്ട്. പാശ്ചാത്യ ലോകത്തും ഇന്ത്യയിലുമുള്ള സമീപനങ്ങളെ താരതമ്യം ചെയ്യുന്നുണ്ടല്ലേ? അതെ, പാശ്ചാത്യ നാടുകളിൽ അക്കാലത്ത് വളർന്നുവന്ന സ്പിരിച്വലിസം, മീഡിയംഷിപ്പ്, അതായത് ആത്മാക്കളുമായി സംവദിക്കാനുള്ള കഴിവ്, മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയമെന്ന് അവർ അവകാശപ്പെടുന്ന അന്വേഷണങ്ങൾ, അതൊക്കെ പറയുന്നുണ്ട്. തിയോസോഫിക്കൽ സൊസൈറ്റിയാ? അതെ, തിയോസോഫിക്കൽ സൊസൈറ്റി പോലുള്ള പ്രസ്ഥാനങ്ങളെയും പരാമർശിക്കുന്നു. ഇന്ത്യയിൽ പണ്ടുമുതലേ ഇത്തരം വിഷയങ്ങളിൽ താൽപ്പര്യമുണ്ടെങ്കിലും പാശ്ചാത്യരുടെ ഈ ശാസ്ത്രീയ സമീപനത്തെ ഒരു പുതിയ അറിവായാണ് അവതരിപ്പിക്കുന്നത്. പക്ഷേ ഒരു മുന്നറിയിപ്പും കൂടെ നൽകുന്നുണ്ട്. എന്താണത്? ഇത്തരം മീഡിയങ്ങളിൽ നിന്നുള്ള സന്ദേശങ്ങളെ അന്ധമായി വിശ്വസിക്കരുത്, യുക്തിയും വിവേചനവും ഉപയോഗിക്കണം. അതായത് കണ്ണടച്ച് വിശ്വസിക്കരുത് എന്ന്. ഓക്കെ. ഇനി ഏറ്റവും അവസാനം, ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ കൗതുകം തോന്നിയൊന്ന്, കലിയുഗം എപ്പോ അവസാനിക്കും? കലിയുഗ് സമാപ്തി സമസ്യ ഹൽ ഹൈ. ഇതിനെക്കുറിച്ച് പണ്ഡിറ്റ് രാധേശ്യാംജി ശാസ്ത്രിയുടെ ഒരു വിശദമായ വിശകലനം തന്നെയുണ്ട്. ഇത് അന്നത്തെ ഒരു ചൂടൻ ചർച്ചാ വിഷയമായിരുന്നിരിക്കണം. കലിയുഗത്തിന്റെ ദൈർഘ്യം 4,32,000 വർഷമാണെന്ന ഒരു പരമ്പരാഗത ധാരണയുണ്ടല്ലോ. അതിനെ ശാസ്ത്രജി ചോദ്യം ചെയ്യുകയാണ്. അദ്ദേഹം പുരാണങ്ങളെയും ജ്യോതിഷ ഗണിതങ്ങളെയും ഒക്കെ അടിസ്ഥാനമാക്കി കലിയുഗത്തിന്റെ ദൈർഘ്യം വെറും 1200 വർഷമാണെന്ന് വാദിക്കുന്നു. 1200 വർഷമോ? അതെ. അതനുസരിച്ച് ക്രിസ്തുവർഷം 1941 ആവുമ്പോഴേക്കും കലിയുഗം അതിന്റെ അവസാനഘട്ടത്തിലേക്ക് കടന്നുവെന്നും ഏകദേശം 3141 CE യോടെ പൂർണ്ണമായി അവസാനിക്കുമെന്നും അദ്ദേഹം കണക്കുകൂട്ടുന്നു. ഓഹോ.
ഇതിനായിട്ട് പല ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള ശ്ലോകങ്ങളൊക്കെ ഉദ്ധരിക്കുന്നുണ്ട്. കാലത്തെയും യുഗങ്ങളെയും കുറിച്ചുള്ള പരമ്പരാഗത ചിന്തകളെ ഒരു പുതിയ രീതിയിൽ വ്യാഖ്യാനിക്കാനുള്ള ഒരു ശ്രമമായിട്ട് ഇതിനെ കാണാം. അപ്പോൾ 1941 ഈ അഖണ്ഡ ജ്യോതിയിലൂടെയുള്ള നമ്മുടെ ഈ യാത്ര ഒരുപാട് ചിന്തകൾ തന്നു. ശരിക്കും ആന്തരികമായ ശാന്തിക്കും ധാർമ്മിക മൂല്യങ്ങൾക്കും നൽകിയ പ്രാധാന്യം, ഉം. ആരോഗ്യത്തെക്കുറിച്ചുള്ള പുരോഗമനപരമായ കാഴ്ചപ്പാടുകൾ, അത്ഭുതവും ചിന്തയും ഉണർത്തുന്ന കഥകൾ, ഒപ്പം അക്കാലത്തെ സാമൂഹിക യാഥാർത്ഥ്യങ്ങളുടെ ചില പ്രതിഫലനങ്ങളും. തീർച്ചയായും ഭാരതീയ പാരമ്പര്യവും യോഗ, ധർമ്മം, വേദങ്ങൾ, അന്നത്തെ പാശ്ചാത്യ ചിന്തകളും, ചിരിയുടെ ശാസ്ത്രം, സ്പിരിച്വലിസം, ഇതൊക്കെ ഒരുമിച്ച് ചേർന്ന് ഒരു പ്രത്യേകതരം ഉള്ളടക്കം രൂപപ്പെടുത്തുന്നത് നമ്മൾ കണ്ടു. അതെ, വ്യക്തിയുടെ ഒരു സമഗ്രമായ വളർച്ച, ശാരീരികം, മാനസികം, ആത്മീയം, ഇതിനായിരുന്നു മുൻഗണന. ഭൗതികതയേക്കാൾ ആന്തരിക മൂല്യങ്ങൾക്കാണ് വില കൽപ്പിച്ചത് എന്നു വ്യക്തം. ശരിയാണ്. 80 വർഷങ്ങൾക്ക് മുൻപുള്ള ഈ ചിന്തകൾ കേട്ടപ്പോൾ ഒരു കാര്യം വ്യക്തമായി. കാലം എത്ര മാറിയാലും മനുഷ്യന്റെ അടിസ്ഥാനപരമായ അന്വേഷണങ്ങൾ അത് ഒരുപോലെ തുടരുന്നു. അറിവ്, സമാധാനം, ആരോഗ്യം, അർത്ഥപൂർണമായ ജീവിതം, ഇതൊക്കെ തന്നെ. അതെ അതെ. ഇനി നിങ്ങൾക്കായി ഒരു ചോദ്യം. 1941 ഈ മാസിക മുന്നോട്ടുവെച്ച ശാശ്വതമായ സമാധാനം, ധാർമ്മികത, ഏകാഗ്രത, ആരോഗ്യപരമായ ജീവിതശൈലി തുടങ്ങിയ ആശയങ്ങൾക്ക് ഇന്നത്തെ നമ്മുടെ ഈ ഡിജിറ്റൽ യുഗത്തിലെ അതിവേഗ ജീവിതത്തിലും ഈ വിവരങ്ങളുടെ ഒരു പ്രളയത്തിലും എന്ത് പ്രസക്തിയാണുള്ളത്? ഈ പഴയ താളുകളിൽ നിന്ന് ഇന്നേക്ക് എന്തെങ്കിലും പാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ടോ? ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് ഒന്ന് ആലോചിച്ചു നോക്കൂ. അടുത്ത തവണ പുതിയൊരു വിഷയവുമായി കാണാം.